ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇത് ദർശനാണ്, ഫിൻലാൻഡിൽ നിന്നാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഒരു ടോപ്പിക്ക് ഒരു കിച്ചൺ ടോപ്പിക്കാണ്. ഫുഡ് ഉണ്ടാക്കുന്ന മെനു ആണ്. സോസേജ് എന്ന് പറയും, നീട്ടത്തിൽ കിട്ടുന്ന നമ്മുടെ മീറ്റൊക്കെ ഇതാക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് വരുന്ന റോളായിട്ട് വരുന്ന ഐറ്റമാണ് സോസേജ്. അപ്പോൾ ഞങ്ങൾ ഗൾഫിൽ ജീവിക്കുന്ന ആൾക്കാരും അതുപോലെ പുറത്തൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്ക് ഇത് കഴിച്ച് പരിചയമുണ്ട്. നാട്ടിലത് വളരെയധികം കൊല്ലങ്ങൾ ആയിട്ടുള്ളത് ഇത് വന്നിട്ട് അവിടെ നാട്ടിലൊക്കെ. അപ്പോൾ ഇത് കറി വയ്ക്കുന്ന ഒരു രീതിയാണ്. കറിയല്ല, കറി വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇത് ഡ്രൈ ഇതായിട്ട് നമ്മളൊരു ബീഫ് റോസ്റ്റ് ചെയ്തെടുക്കുന്ന പോലെ ആയിട്ട് വെക്കണം, എന്നാലേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അത് കാണിച്ചു തരാൻ പോകണം. ഇന്നത്തെ ടോപ്പിക് അതാണ്. ഞാൻ കിച്ചണിനാണ് ടോപ്പിക്, ഫുഡാണ്, ഫുഡ് ബ്ലോഗാണ് ഗൈസ്. പിന്നെ നമ്മുടെ മുല്ലപ്പെരിയാറിനെ കുറിച്ച് നമുക്ക് പറയാൻ ഈ ചെറിയൊരു ഇതുണ്ട്. കാരണം ഞാൻ കേരളത്തിൽ ജീവിച്ച ഒരാളാണ്. അതേപോലെ ഞാനൊരു ഇന്ത്യൻ പൗരനായ നിലയ്ക്ക് എനിക്ക് ചെറിയൊരു കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് നമ്മൾ സൈൻ ചെയ്തിട്ട് വേണോ ഇതൊക്കെ നിർമ്മിക്കാനായിട്ട്? ഇവർക്കത് അറിയില്ല ചെയ്യാനായിട്ട്. ഇത്രയും വലിയ പ്രൊജക്റ്റുകൾ വേറെ പല ഇന്ത്യയിൽ പല പല സ്ഥലങ്ങളിലായിട്ട് നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ ന്യൂ പ്രൊജക്ട്സ് ഇതിപ്പോൾ നമുക്ക് പുതുക്കി പണിയണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിലും വലിയ പ്രൊജക്റ്റുകൾ ഇപ്പോൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. ഇതിലും വലിയ കോടികൾ ചെലവഴിക്കുന്ന പ്രൊജക്റ്റുകൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചെയ്യാനായിട്ട് ഇത്രയ്ക്കും ആൾക്കാർ സൈൻ ഇട്ടിട്ട് വേണോ? നമ്മൾ ആൾക്കാരൊക്കെ മരിച്ചിട്ട് വേണോ ഇത് ചെയ്യാനായിട്ട്? ഇത് മരണപ്പെട്ടിട്ട് എന്ത് കാര്യമുണ്ട് ഇതിൽ? ആൾക്കാർ മരിച്ചു പോകും വെറുതെ, നമുക്ക് ഒരു ഗുണമില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അവിടെ സാധാരണക്കാർ ജീവിക്കുന്ന കാരണം കൊണ്ടായിരിക്കും അത് അവർ ചെയ്യാത്തത്. അപ്പൊ ഞാൻ പറയണത്, അവിടെ മുല്ലപ്പെരിയാറിന്റെ പ്രദേശത്ത് VVIP താമസിപ്പിക്കുക, എന്നിട്ട് കുറച്ച് പേരെ മാറ്റി നിർത്തുക. അതായത് പാവപ്പെട്ട ജനങ്ങളെ മാറ്റി ഇവിടെ VVIPകളുടെ സ്ഥലത്ത് താമസിപ്പിക്കുക. അപ്പോൾ ഇങ്ങനെ മഴയൊക്കെ പെയ്യുമ്പോൾ അവർക്ക് പേടിയുണ്ടാവും. മഴ പെയ്യുമ്പോൾ രാത്രി ഉറക്കം കിട്ടില്ല, അവർക്ക് കുറച്ച് പേടിയുണ്ടാവും. ഇത് എപ്പോഴും എപ്പോൾ പൊട്ടും എന്നുള്ളത്. കാരണം ഇതിന്റെ ഫോഴ്സ് സ്റ്റാർട്ടിങ് വരുന്നത് അവിടെ ഉള്ള പ്രദേശങ്ങളിലാണ്. പിന്നെയുള്ള പ്രദേശങ്ങളിലേക്ക് വരുമ്പോൾ അത് വൈഡായിക്കൊണ്ടിരിക്കും. വെള്ളം വൈഡായിട്ട് ഇങ്ങനെ പോകും. കാരണം കേരളത്തില് വൈഡ് ആവാനായിട്ട് ഉള്ള പ്ലേസുകളുണ്ട്. അപ്പൊ വെള്ളം ഇങ്ങനെ വൈഡാവും. വരുന്ന ആ ഫോഴ്സ് ഞങ്ങള് ഇരുമ്പൊക്കെ കട്ട് ചെയ്യും ഈ ഇതുകൊണ്ട്, വെള്ളം കൊണ്ട്. അത് മെഷീനൊക്കെ വെച്ചിട്ടാണ് കട്ട് ചെയ്യുക. അപ്പൊ വെള്ളത്തിന് അത്രയും ഫോഴ്സ് ഉണ്ട്. അത് വരുന്ന ആ ഫോഴ്സിന് അവിടെയുള്ള സാധനങ്ങളൊക്കെ അടിച്ച് തെറിപ്പിക്കുക തന്നെ ചെയ്യും. അത് ആ ചേട്ടൻ പറഞ്ഞ വളരെ സത്യമാണ്. ആൾ എഞ്ചിനീയറാണ്. ആളുടെ പേര് എനിക്ക് അറിയില്ല, ഞാൻ നോക്കിയില്ല. ഞാൻ ആളുടെ വീഡിയോസ് കാണാറുണ്ട്. ആള് വളരെയധികം സംസാരിച്ചതിനെ കുറിച്ച്. അപ്പൊ ഗവൺമെന്റ് ഇത് ക്ലിയർ ആയിട്ട് ചെയ്യണം തന്നെയാണ് എന്റെ അഭിപ്രായം. ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം. എല്ലാവരും രക്ഷപ്പെടുത്തണം നമുക്ക്. വെറുതെ എന്താ കാര്യം? മതം രാഷ്ട്രീയം കെട്ടിപ്പിടിച്ചിരുന്നിട്ട് എന്താ കാര്യം? ജീവനില്ലാതെ രാഷ്ട്രീയം ഉണ്ടാവോ? ജീവനില്ലാതെ മതം ഉണ്ടാവോ? അപ്പൊ ഗൈസ്, പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ആൻഡ് ഷെയർ ഗൈസ്. ബൈ ബൈ. അപ്പോൾ നമ്മൾ കറി വയ്ക്കണ സ്റ്റാർട്ടിങ്ങിലേക്ക് കടന്നു. അപ്പോൾ അത് വലിയ പാക്കറ്റായിട്ട് നമ്മൾ വാങ്ങിക്കുക. കാരണം ഫ്രീസറിൽ വെച്ചത് നാശം എക്സ്പയറി ഡേറ്റ് നോക്കി നമ്മൾ യൂസ് ചെയ്യുക. അത് കട്ട് ചെയ്യുക, പകുതി നമ്മൾ എടുക്കുക, ആവശ്യത്തിനുള്ള മാത്രം എടുക്കുക. അത് പകുതി എടുത്താൽ തന്നെ നമുക്ക് 2 ദിവസം കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതെടുത്ത് വെള്ളത്തിലിട്ടിട്ട് നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നന്നായിട്ട് തന്നെ വൃത്തിയാക്കുക. ഇത് ചിലതിൽ മാത്രമേ പ്ലാസ്റ്റിക് ഉണ്ടാവുള്ളൂ, ചിലതിൽ അതിൽ എഴുതിയിട്ടുണ്ടാവും പ്ലാസ്റ്റിക്, അത് നമ്മൾ റിമൂവ് ചെയ്യണം. ചിലതിൽ പ്ലാസ്റ്റിക് ഉണ്ടാവില്ല, അത് വളരെയധികം ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ കട്ട് ചെയ്യണ വിധം ചിലവർ അത് വൃത്താകൃതിയിൽ കട്ട് ചെയ്യും. എനിക്ക് ഇഷ്ടം ഇതിങ്ങനെയാണ് ചെയ്യാനായിട്ട്. അത് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുക. എങ്ങനെയാണ് ആഗ്രഹം എങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. അതായത് നമ്മുടെ ബീഫ് കഷ്ണം കട്ട് ചെയ്യും. എന്നിട്ട് ഇറച്ചി വയ്ക്കും പോലെ വെക്കാനാണ് അത്. നല്ല സ്ക്വയർ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യും. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാം. നമ്മുടെ ഷേപ്പ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലനുസരിച്ച് കട്ട് ചെയ്യാൻ പറ്റും, അത് പ്രശ്നമല്ല. അപ്പോൾ അത് ഞാനിങ്ങനെയാണ് എനിക്കിത് ഇഷ്ടം, ഇങ്ങനെ കട്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് നമുക്ക് ഇതിനി കഴുകേണ്ട ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി കഴുകി കഴിഞ്ഞു. അപ്പോൾ ഓൾറെഡി കട്ട് ചെയ്ത് കഴിഞ്ഞു മൊത്തത്തിൽ. കണ്ടോ, ഇത് ബീഫ് കഷ്ണം പോലെ ഇരിക്കുന്നില്ലേ? അപ്പോൾ നമ്മൾ ഇറച്ചി വയ്ക്കുന്ന പോലെയാണ് വയ്ക്കാൻ പോകുന്നത്. അപ്പം ഞാൻ അതിനടുത്ത് ഒരു സവാള, പിന്നെ ഹാഫ് തക്കാളി, പിന്നെ വെളുത്തുള്ളി, മിളക്, അതൊക്കെ എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് നല്ല കഷ്ണാക്കി കട്ട് ചെയ്യണം. അതായത് ചെറിയ ഇഷ്ടിക കഷ്ണം പോലെ ആക്കിയിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കുക, കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം നമുക്ക്
നന്നായി ചൂടാവട്ടെ. വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം നമുക്ക് ബാക്കി ഇഞ്ചി ഫസ്റ്റ് ഇടാം. ഇഞ്ചി ഫസ്റ്റ് ഇട്ടു നമ്മൾ. അപ്പോൾ അതിൻ്റെ എസൻസൊക്കെ കറക്റ്റായിട്ട് ഇറങ്ങും. കറക്റ്റായിട്ട് ഇറങ്ങിയതിന് ശേഷം നമുക്ക് ഒന്ന് വരട്ടിയെടുക്കാം. വരട്ടി നന്നായിട്ടൊന്ന് ഇളക്കി ഒരു ബ്രൗൺ കളറായതിന് ശേഷം നമ്മൾ ബ്രൗൺ കളറാവുമല്ലോ, അതിന് ശേഷം നമ്മൾ മുളക് പൊടി, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മുളക് പൊടി ഇടുമ്പോൾ നമ്മൾ ഇതിപ്പോൾ കഴിക്കുന്ന ക്വാണ്ടിറ്റി, നമ്മൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ചായിരിക്കണം നമ്മളിത് യൂസ് ചെയ്യേണ്ടത്. നമ്മളെ മുളക് പൊടി, അതേപോലെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവരും. ഇത് ഇനിയിപ്പോൾ നമ്മൾ ഇടാൻ പോകുന്നത് കുറച്ച് ലോ ഫ്ലെയിമിലിടുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അധികം ഫ്ലെയിമിലിട്ട് ഫുൾ ഫ്ലെയിമിലിട്ട് ഇടുമ്പോൾ അത് കരിയാൻ സാധ്യതയുണ്ട്. പിന്നെ മുളക് പൊടി നമ്മളൊരു സ്പൂൺ, ഒരു 1.5 സ്പൂൺ ഇടാം. അത് നോക്കിയിട്ട് നിങ്ങൾ എരിവ് കൂടുതലുള്ള മുളക് പൊടിയാണെങ്കിൽ അത് അതിനനുസരിച്ച് നോക്കിയിട്ട് ഇടുക എല്ലാവരും. ഇത് ശരിക്കും ഒരു ഇറച്ചി വയ്ക്കും പോലെ തന്നെയാണ് നമ്മൾ ചെയ്യണത്. മല്ലിപ്പൊടി ഇട്ടു, ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇടുക. കാരണം മല്ലിപ്പൊടി കൂടുതലിട്ട് അതിൻ്റെ നമുക്ക് കുത്ത് വരും. അതുപോലെ കറിയിലേക്ക് അതിനെ ബാധിക്കുക. നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ഇത് വരും. പിന്നെ മഞ്ഞൾ 1/2 ടീസ്പൂൺ മഞ്ഞൾ ഉപയോഗിക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇതൊക്കെ ഇടുന്നത് ഇപ്പം ഞാൻ എൻ്റെ ഒരു കണക്കിന് ഇടുന്നത് മാത്രം. ഞാൻ അത്ര വലിയ കുക്കൊന്നുമല്ല, ഷെഫൊന്നുമല്ല. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ചെറുപ്പം തൊട്ടേ കുക്ക് ചെയ്തിട്ട് ശീലിച്ച് പുറത്തൊക്കെ പോയി ജോലി ചെയ്ത് ശീലിച്ചിട്ടുള്ള ഒരാളാണ്. ആയതുകൊണ്ട് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ സവാള ഇട്ടു, പിന്നെ തക്കാളി ഇതൊക്കെ ഒരുമിച്ചിടാം. കാരണം നമുക്കത് വരട്ടിയെടുക്കേണ്ടതാണ്. വരട്ടി അതൊരു മിക്സ് ആക്കിയിട്ട് എടുക്കേണ്ടതാണ്. തക്കാളി അതിൽ കാണാൻ പാടില്ല. തക്കാളി ഇട്ടത് കാരണം അതിലൊരു പേസ്റ്റ് പോലെ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളത് പേസ്റ്റ് പോലെ ആക്കി എടുക്കും. അത് ഒരു എന്താ പറയുക, വരട്ടി നല്ല പേസ്റ്റ് ആകൃതിയിലാക്കി എടുക്കണം. എടുത്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് നമ്മൾ കുരുമുളക് യൂസ് ചെയ്യുക. കുരുമുളക് പൊടി ഇങ്ങനത്തെ ഒരു ഡബ്ബയിൽ, നല്ല ഹോളുകളുള്ള ഡബ്ബയിൽ നമ്മൾ വെച്ചിട്ട് യൂസ് ചെയ്യുക. ആവശ്യത്തിന് ഇടുക. അതേപോലെ ഇങ്ങനെ ഉപ്പ് പാത്രം ഇങ്ങനെ ആയാൽ നല്ലതാണ്. കാരണം നമുക്ക് കറക്റ്റ് ഒരു അളവ് കിട്ടും ഇടാനായിട്ട്. അത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോൾ സ്ഥിരമായിട്ട് നമുക്കൊരു അളവ് കിട്ടും. ഉപ്പ് കൂടാനും വരില്ല, കുറവും വരില്ല. അഥവാ ഇനിയിപ്പോൾ കുറവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ടായാലും കുറച്ച് ആഡ് ചെയ്ത് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ ഇത് ചിക്കൻ മസാലയാണ് ഞാൻ ഇതിന് യൂസ് ചെയ്യണത്. നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങളെ ചിക്കൻ മസാല, മട്ടൺ മസാല, എന്ത് മസാല വേണമെങ്കിൽ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാം. കാരണം അതൊരു പ്രശ്നമല്ല. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തിട്ടുള്ള ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാല ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, നാട്ടിൽ നിന്ന് കൊടുന്ന മസാലയാണ്. അപ്പോൾ അത് ഞാനിട്ടു. നന്നായി വരട്ടി എടുക്കണം. നമ്മൾ വരട്ടി നല്ല പേസ്റ്റ് ആകൃതിയിലാക്കി എടുക്കണം അത്. പിന്നെ ഒരു തരി പോലും വെള്ളം ഒഴിക്കാണ്ട് വെക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. കാരണം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കുറയുന്നല്ലാതെ വേറൊരു ഗുണവും ഈ കറിക്ക് ഉണ്ടാവില്ല. അത് ഞാൻ കഴിച്ചിട്ടുള്ളതാണ്. സ്ഥിരമായിട്ട് ഞങ്ങൾ പുറത്തൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ ഇത് ഇങ്ങനെ യൂസ് ചെയ്യാറുള്ളതാണ്. അതുകൊണ്ട് വെള്ളം ഒഴിച്ച് വയ്ക്കുന്നതിൽ എനിക്ക് അഭിപ്രായം കുറവാണ്. പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്യാം. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ച് ഞാൻ വെള്ളം ഒഴിക്കാറില്ല. കാരണം എനിക്കിഷ്ടമല്ല വെള്ളം ഒഴിച്ചിട്ട് ചെയ്യണത്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ മാക്സിമം ഡ്രൈ ആക്കി കൊണ്ട് എടുക്കുക. ഡ്രൈ ആക്കി മാക്സിമം നമ്മൾ വരട്ടി എടുത്തുകൊണ്ടിരിക്കുക. അത് മാക്സിമം തന്നെ നമ്മൾ ഇതിങ്ങനെ തന്നെ ചെയ്യണം. കുറച്ചൊന്ന് ചൂടായതിന് ഒന്നുകൂടി ഒന്ന് ഡ്രൈ ആയതിനു ശേഷം ഒന്നുകൂടി വരട്ടി എടുത്ത്. അപ്പോൾ ഏകദേശമൊക്കെ കറി ഇതായി. നമ്മുടെ സോസേജ് നല്ല പരിവായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എൻ്റെ പറയുക ഗൈസ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനിയിപ്പോൾ അടുത്ത വീഡിയോ ഇടുന്നവരെ അടുത്ത വീഡിയോ ഇങ്ങനെ ഓരോ വീഡിയോകളൊക്കെ ഞാൻ ഇടുന്നതാണ്. ഇങ്ങനെ അടുത്ത വീഡിയോ ഇപ്പോൾ ഇതാവില്ല, കിച്ചൺ വ്ളോഗ് ആവില്ല, ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ വീക്കെൻഡുകളൊക്കെ ഞങ്ങൾ ടൂറും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് ഇവിടെ ഫിൻലാൻഡിൽ. അപ്പോൾ അതൊക്കെ കാണിക്കുന്നതായിരിക്കും. പല സ്ഥലങ്ങളിലും പോകുന്നുണ്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, വീഡിയോ എൻ്റെ ബൈ ബൈ, സി യു നെക്സ്റ്റ് വീഡിയോ.